സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ മഴ ലഭിച്ചിരുന്നു. എല്ലാ പ്രദേശത്തും മഴ ലഭിച്ചതിന്റെ വീഡിയോകളും പങ്കുവച്ചിരുന്നു. കൂടുതൽ പ്രദേശങ്ങളിൽ ഇന്ന് മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡീറ്റെയിലായി നോക്കാം. വരുന്ന 3 മണിക്കൂറിൽ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്കും 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കേരള, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തെക്കൻ കേരളത്തിലാണ് ഇന്നും കൂടുതൽ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി വേനൽ മഴ ലഭിച്ചു. എന്നാൽ വടക്കൻ കേരളത്തിൽ രാത്രിയിലും പകലും ഒരേ ചൂട് തുടരുകയാണ്. ഇന്നും നാളെയും തെക്കൻ മധ്യ കേരളത്തിൽ മഴ സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ സ്ഥാപനമായ മെറ്റ്ബീറ്റ് വെതറും അറിയിക്കുന്നു. തെക്കൻ കേരളത്തിന് മുകളിൽ 1.5 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി മൂലം മഴ ലഭിക്കുമെന്ന് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണി മുതലാണ് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഴ തുടങ്ങിയത്. തുടർന്ന് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് രാത്രിയോടെ മഴ വ്യാപിച്ചു. ഇന്നും സമാന രീതിയിൽ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രി വൈകി പുലർച്ചെ ആദ്യ മഴയുടെ സെല്ലുകൾ ആലപ്പുഴ ജില്ലയിൽ കനത്ത മഴ നൽകിയ ശേഷം കടലിലെത്തി തകർത്തു പെയ്തു എന്നാണ് റഡാർ ഡേറ്റ പറയുന്നത്.